ആറ്റം ബോംബാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് അങ്ങനെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ദൂതല്ല. ഞാൻ വിശ്വസിക്കുന്ന യേശുവിലായതുകൊണ്ട് എന്റെ അപ്പൻ എത്ര പാപിയാണെങ്കിലും, എന്റെ അപ്പന്റെ അപ്പൻ എത്ര പാപം ചെയ്തിട്ടുണ്ടെങ്കിലും, എന്റെ കുടുംബത്തിൽ എന്റെ പൂർവികര് 10 കൽപ്പന മുഴുവൻ ലംഘിച്ച് ഇനി ലംഘിക്കാൻ ഒരു കൽപ്പനയും ബാക്കിയില്ലാതെ പാപം ചെയ്ത സകല കൂട്ടും പാപികളാണെങ്കിലും ഞാൻ എന്താ വിശ്വസിക്കുന്നത് അറിയാമോ? ഞാനത് വിശ്വസിക്കുന്നത് കൊണ്ട് എന്റെ ഏഴയലത്ത് വരില്ല പാപം, പാപത്തിന്റെ ശിക്ഷ, പാപത്തിന്റെ ശമ്പളം വരില്ല. ഷാജിനോട് നീ പറയണം, എന്റെ മക്കളെ ആക്രമിക്കാൻ, എന്റെ കുഞ്ഞുങ്ങളെ തട്ടിയെടുക്കാൻ, എന്റെ കുടുംബം കലക്കാൻ, എനിക്കെതിരെ ശത്രുക്കളെ ഉണ്ടാക്കാൻ, ഞാൻ എന്റെ ബിസിനസ് തകർക്കാൻ, എന്റെ കുടുംബത്തിനെതിരെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പിശാച് നീ ഒരുക്കുന്ന ഭിന്നത, കലഹം, കർത്താവ് നിന്നെ എന്റെ കൺമുമ്പിൽ വെച്ച് തോൽപ്പിക്കും. നീ ഇത് പറയണം, നീ ഇത് വിശ്വസിക്കണം, നീ ഇത് ക്ലെയിം ചെയ്യണം. ഇതെന്റെ ഭാഗധേയമാണ്, ഇതെന്റെ അവകാശമാണ്. നീ 5 ദിവസം ധ്യാനത്തിന് പോകാൻ വേണ്ടി മാറി നിന്നാൽ നിന്റെ ബിസിനസ്സിൽ ആളുകൾ തകർച്ചയുണ്ടാക്കും, നിന്റെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവും, എല്ലാം തകരും. നീ ഒരു കാര്യത്തിന് വേണ്ടി, ഒരു ആത്മീയ കാര്യത്തിന് വേണ്ടി പോവാണ്, നീ വചനം പറഞ്ഞോണം, ആ വേലി പൊളിച്ച് ഒരുത്തിനും കേറില്ല. പിശാച് എങ്ങനെയാണ് തോറ്റോടുന്നതെന്നറിയാമോ? പിശാച് തോറ്റോടുന്നത് വെളിപാട് 12:11 പറഞ്ഞിട്ടുണ്ട്. അവർ കുഞ്ഞാടിന്റെ രക്തത്താലും സാക്ഷ്യത്തിന്റെ വചനത്താലും ശത്രുവിന്റെ മേൽ വിജയം നേടി. ഒരു സെക്കൻഡ് ശ്രദ്ധിച്ചേ. കുഞ്ഞാടിന്റെ രക്തത്താലും സാക്ഷ്യത്തിന്റെ വചനത്താലും ശത്രുവിന്റെ മേൽ വിജയം നേടി.